എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിക്കുന്ന രഹസ്യം. പറയൂ. അത് കേട്ട് നിങ്ങളാരും നെറ്റരുത്. ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഞാൻ ആദ്യമായി കണ്ട സമയത്ത്, കോഴിക്കോട് വെച്ച് കണ്ട സമയത്ത്, അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. കോഴിക്കോട് വെച്ചുണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് എൻ്റെ ക്ലോസ് ഫ്രണ്ടിനാണ്. അവർ തന്നെ ഒന്ന് പറയട്ടെ. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തപ്പം ഓപ്പോസിറ്റ് സൈഡിൽ ഈ പറയുന്ന പോലെ ബോബി ചെമ്മണ്ണൂർ ആയിരുന്നു ഉണ്ടായിരുന്നത്. കള്ളം, ശുദ്ധ കള്ളം, മനഃപൂർവ്വം എന്നെ അവമാനിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥ. കാലിക്കറ്റ് എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞു. എന്നാ ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. എനിക്കൊന്ന് നേരിൽ കാണുന്നുണ്ട്. അതിനെന്താ, കാണാലോ. ഞങ്ങൾ പോയത് ഞാൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, മാമൻ, അച്ഛൻ്റെ ഒരു ഫ്രണ്ട്, അതുപോലെ തന്നെ ഡൂഡ്, ജിത്തുബായി, അഭിയേട്ടൻ, അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. ഈ പി എ പറയുന്ന ആള് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ധന്യക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ, പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് ചോദിച്ചു. ഐ വാസ് ലൈക്ക്, അതിനിപ്പോ എന്താണ്, അതുകൊണ്ട് ഇപ്പൊ എന്താ? അപ്പൊ ഇയാൾ പറഞ്ഞു, ലേശം ചിന്തിച്ചൂടെ, ബോച്ചേനെയാണ് കാണാൻ വരുന്നത്. അപ്പൊ എനിക്കത് മനസ്സിലായിട്ടില്ല. സീരിയസ്ലി, ട്രസ്റ്റ് മീ. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡൂഡ് ഭയങ്കരമായിട്ട് പിന്നെ റേസായി. ഡൂഡ് അയാളെടുത്ത് പറഞ്ഞു, പിന്നെ ബോച്ചയല്ല ഏതോനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിന്റെ ചെള്ള ഞാൻ അടിച്ചു തിരിക്കും പറഞ്ഞു. ആണോട് സർ, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അയാൾ വേഗം ഡൂഡിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സായികൃഷ്ണൻ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ആളെന്താ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല. എന്താ സംഭവിച്ചെന്ന് ഞാൻ തന്നെ പറയാം. ബോബി ചെമ്മണ്ണൂരിൽ ഹെലനെ ഒന്ന് പൂശണം എന്നുണ്ടായിരുന്നു. അയ്യേ, കാമപ്രാന്തൻ. അത് കേട്ടതോടുകൂടി എനിക്ക് പൊട്ടി. ഇതിനു മുമ്പ് എത്രയോ തവണ എത്രയോ സുന്ദരി പെൺകുട്ടികളെ എത്രയോ വില്ലന്മാരിൽ നിന്നും ഞാൻ രക്ഷിച്ചിരിക്കുന്നു. എനിക്ക് അന്ന് പൊളിഞ്ഞു. ഞാന് ലിറ്ററലി അയാളെ കോളർ കയറി പിടിച്ച് ഞാൻ അവിടുന്ന് അലമ്പാക്കിയ സാധനം. നീ ചില നേരത്തെ വിടല് കേട്ടാണ്ടല്ലോ. ബോബി ചെമ്മണ്ണൂർ കാണുന്നുണ്ട്. കാരണം അമ്മാതിരി അലർച്ചയും അമ്മാതിരി ഡയലോഗും അടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്നിട്ട് ഇയാളോട് അലമ്പാക്കുന്നത്. ഹെവനല്ലേ, കാണും. ഇങ്ങനെ ഒരു കള്ളൻ, കുറെ നുണ പറയാനും നീയൊക്കെ അത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. അങ്ങനെ ഇയാളോട് ഞാൻ പറയുന്നു, ചള്ള അടിച്ച് ഞാൻ തിരിക്കും. ഉറപ്പാണ് ഈ ചെറ്റ വർത്താനം ഇനി തന്റെ വായെന്ന് വന്നു കഴിഞ്ഞാൽ ബോച്ചന്നല്ല, താനല്ല, ഇത് ഊച്ചാണെന്നുള്ളത് ചള്ളക്കുറ്റി അടിച്ചു പൊട്ടി എന്ന് തന്തലാത്ത വർത്താനം പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന്. നാളെ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും. ഞങ്ങൾക്ക് മസിൽ പവറും മണി പവറും ഉണ്ട്. നിന്നെ ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ തട്ടിയിട്ട് പോയാല. ഈ ഡയലോഗൊക്കെയാണ് അന്ന് അയാൾ എന്നോട് അടിച്ചത്. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ട്. ഞാൻ തെറ്റാണോ? ഞാൻ തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു വാപ്പാന്റെ കുട്ടീനെയും പേടിയില്ല. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ.